ഹായ് എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിൽ കലാ സാഹിത്യം സംസ്കാരം ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേതെന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കാം. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാട്ടോ. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. വക്ക മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. വക്ക മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ആ 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആട്ടോ. നെക്സ്റ്റ് ആണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. കാലക്രമം അനുസരിച്ച് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാലക്രമം അനുസരിച്ച് എഴുതുക. പത്രങ്ങളാണ്. അതിന്റെ പശ്ചിമോദയം, രാജ്യസമാചാരം, പശ്ചിമ താരക, കേരളമിത്രം. അതിന്റെ ഓർഡർ അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ വർഷം അറിയണം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് രാജ്യസമാചാരം കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ ആദ്യം വരുന്നത് രാജ്യസമാചാരമാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. വർഷം 1847 പിന്നെ പശ്ചിമോദയം, അതും 1847 തന്നെ. ആദ്യം ഫസ്റ്റ് ഏതാ വരുന്നത്? രാജ്യസമാചാരം. രണ്ടാമത് പശ്ചിമോദയം 1847. മൂന്നാമത് വരുന്നതാണ് പശ്ചിമ താരക. പശ്ചിമ താരക പ്രസിദ്ധീകരിച്ച വർഷം ഏതറിയോ? 1864 കേട്ടോ. 1864 പശ്ചിമ താരക. പിന്നെ കേരളമിത്രമാണ് നാലാമത് വരുന്നത്. കേരളമിത്രം 1881 കേരളമിത്രത്തിന്റെ വർഷം. ഒന്നുകൂടി പറയാം. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് 1847. പശ്ചിമോദയം രണ്ടാമത് വന്നത് 1847. പശ്ചിമ താരക 1864. കേരളമിത്രം 1881 നാലാമത് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആത്മവിദ്യാ സംഘവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുത്തെഴുതുക. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം രൂപീകരിച്ചു. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. തെറ്റാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിലല്ല ആത്മവിദ്യാ സംഘം ആരംഭിച്ചത്. ഇനി മൂന്നാമത്തേതാണ് അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. അഭിനവ കേരളം എന്നത് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ്. അഭിനവ കേരളം. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ഓക്കെ, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കൂടൽമാണിക്യ ക്ഷേത്രം തൃശ്ശൂരാണ്.